കേണൽ RG നായർ ചേരുകയാണ്. ഇപ്പോൾ നിരവധി രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ ആളാണ് അദ്ദേഹം. നമസ്കാരം കേണൽ. നമ്മൾ വലിയൊരു ദുഃഖം ഉള്ള ഒരു സാഹചര്യത്തിലാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന വിധമാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. താങ്കൾക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് വളരെ ഖേദകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതിനോട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ അവർ ജീവനോടെ തിരിച്ചു വരട്ടെ എന്നൊരു പ്രാർത്ഥന. അതല്ല അവരുടെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർ ആത്മാവിന് ഇത്രയാണ് എനിക്ക് ആദ്യം പറഞ്ഞു തുടങ്ങാനായിട്ട്. അതായത് ഞാൻ സിക്കിമില് കുറെ നാൾ വളരെയധികം 2 തെങ്ങൂറ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ബാക്കിയുള്ള അടുത്തുള്ള സ്ഥലങ്ങളിലും ജോലി ചെയ്തു. മണ്ണിടിച്ചില് സാധാരണ അവിടെ ഉണ്ടാറുള്ളൂ. എനിക്ക് സ്വന്തമായിട്ട് ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ട്. ഇത്രയും വലിയ അനുഭവങ്ങളൊന്നുമില്ല. ഇതിൽ എനിക്ക് പറയാനുള്ളത്, മണ്ണ് വളരെ പൊക്കം കൂടിയ സ്ഥലത്തു നിന്നാണ് ഇടിഞ്ഞിരിക്കുന്നത്. ആ മണ്ണിന്റെ വരുന്ന ഫോഴ്സും അതിന്റെ ശക്തിയും കൊണ്ട് എന്റെ ഉദ്ദേശത്തില് ഈ അർജുന്റെ ലാറി കരയിൽ നിന്നും നദിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്കൊരു നിഗമനമുണ്ട്, സാധ്യതയുണ്ട്. അതിന് പറയാൻ കാരണം, കരയിൽ ഇത്രയും വളരെ ഗഹനമായിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള തിരച്ചിൽ നടത്തിയിട്ടും കാണാത്തത് കൊണ്ട് അതിനെ ഇല്ലാന്ന് ഏകദേശം സൈന്യം തന്നെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഒരു സാധ്യത നദിയിൽ വീഴ്ന്നിരിക്കാനാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ഞാൻ കേൾക്കുന്നത് നദിയുടെ തീരത്ത് ഏതോ സിഗ്നൽ കിട്ടിയിട്ടുണ്ട് റേഡിയോ. ഇപ്പൊ ടെക്നോളജി വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്, പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ട് ഇത് ഈ റേഡിയോ ടെക്നോളജി വെച്ചിട്ട് അതിന്റെ എക്സ്റേ വെച്ചിട്ട് എവിടെയെങ്കിലും അതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ പിന്നെ അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് സൈന്യത്തിന് പിന്നെ അതുപോലെ ദുരന്ത നിവാരണ സേന എല്ലാവരെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ഏജൻസി ഇത് ലൊക്കേറ്റ് ചെയ്യാതിരിക്കാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഇനി ദുർഘടമാണ്, എന്നാലും നമുക്ക് നമ്മുടെ ഹോപ്പ് വിടാൻ പാടില്ല. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വിജയിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നദീ തീരത്ത് എവിടെയോ സിഗ്നൽ കിട്ടിയതായി ഞാൻ അറിയുന്നു. അവിടെ ഇനി അവരെ പരീക്ഷിക്കും. മണ്ണിനടിയിൽ എക്സ്റേ വെച്ച് അവര് റേഡിയോളജി കണ്ടുപിടിക്കും. ഉണ്ടെങ്കിൽ പിന്നെ അവിടെ എക്സ്കവേഷൻ നടത്തി അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലെറ്റ് us not lose hope എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. അതാണ് കേണൽ, നമുക്ക് സൈന്യം എത്തുന്നു ഒരു സംഭവ സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ആശ്വാസമാകുന്നത്, വലിയ പ്രതീക്ഷ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ സൈന്യം അവിടേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെയും സൈന്യം ആ മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞതുപോലെ ഈ ഗംഗാവലി പുഴയിലേക്ക് നദിയിലേക്ക് ഈ അർജുന്റെ ട്രക്ക് പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും വളരെ ശ്രമകരമല്ലേ ആ രക്ഷാദൗത്യം എന്നുള്ളതാണ്. കാരണം ഇതേപോലെ തന്നെ മണ്ണ് ആ നദിയിലും അടിഞ്ഞിട്ടുണ്ട്, ഒരു വലിയ മൺകൂന ആ നദിയിലും രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, വലിയ ഒഴുക്കുള്ള നദിയാണ്, കൈവഴികളുള്ള നദിയാണ്, അതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രതികൂലമായ സാഹചര്യമുണ്ട് അവിടെ. കാലാവസ്ഥ സംബന്ധിച്ച് മഴ മാറി മാറി പെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ ബാധിക്കില്ല രക്ഷാപ്രവർത്തനത്തെ? പൂർണ്ണമായും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുക. മാത്രമല്ല, അവിടെ ഓരോ നിമിഷം കഴിയുന്ന ഓരോ സിറ്റുവേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പൊ ഈ ലാറിയും അർജുനും ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ട്. ഇരിക്കാൻ നദി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കത്തില്ല. അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. പിന്നെ അത് എത്ര ദൂരെ കൊണ്ടുപോകാന്നുള്ളത് ഇപ്പോൾ ഈ ലാറി ടാങ്കറുകളില്ലേ എവിടെ ചെന്ന് വീണോന്ന്, ആ രീതിയിൽ ഇതിനെ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വൈൽഡ് ഗൂസ് ചേസ് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ അത് ടെക്നോളജി ഉള്ളത് കൊണ്ട് ദേ ആർ ട്രൈങ് ടു ഷോർട്ട് ലിസ്റ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ഇവിടത്തേക്ക് തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം പരാജയപ്പെടുകയാണ്. ഈ മറ്റുള്ള ഏജൻസികൾ ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടൊന്നും ചെയ്യാൻ സൈന്യത്തിന് കഴിയുമെന്ന് ഞാൻ യോജിക്കുന്നില്ല. അതിനാൽ ടെക്നോളജി ഇന്ന് മറ്റേ റോഡ് മേക്കേഴ്സിന്റെ ഗ്രഫ്റ്റിന്റെയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമാന്തരമായ മറ്റ് ഏജൻസികളിലുണ്ട്, സ്റ്റേറ്റിലുണ്ട്. എല്ലാ റിസോഴ്സും അവിടെ എംപ്ലോയ് ചെയ്യല്ലേ, നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. എന്നിട്ടും ഇത് കാണുന്നില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു
ഈ മണ്ണിന്റെ ഈ പോസും വേഗതയും വന്നിട്ട് മണ്ണിന്റെ കൂമ്പാരം വളരെ അധികത്തിലായതുകൊണ്ട് എവിടെയോ വീണിരിക്കുകയാണ്. എന്നാലും എക്സ്റേ വഴിയും ഒക്കെ അവർ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് ഏതോ ഒരു സിഗ്നൽ കേട്ടു എന്ന് പറയുന്നു നദീതീരത്ത് അവിടെ കണ്ടുപിടിക്കട്ടെ എന്ന് ആശിക്കാം. അതേക്കുറിച്ച് പറയാൻ എന്താണ്? അതെ, കേണൽ, ഒരു കാര്യം കൂടി, പല കാര്യങ്ങൾ നടക്കുമ്പോൾ പല രീതിയിലാണ് ജനങ്ങളുടെ പ്രതികരണം വരിക. എങ്കിൽ പോലും വലിയ രീതിയിലൊരു വിമർശനമുണ്ടായത് കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മണിക്കൂറുകളിൽ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പോൾ സൈന്യം അവിടെ ഇറങ്ങി രക്ഷാപ്രവർത്തനം ഈ കരയിൽ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ മലയാളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്നും ഈ മലയാളികളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. അത് ചർച്ച ചെയ്യേണ്ട സമയമല്ലെങ്കിൽ പോലും സൈന്യത്തിന് പൂർണ്ണമായും ആ പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണമായും സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം അതല്ലേ അവിടെ നടത്തേണ്ടത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ആ വിഷയത്തിൽ? ഇതിനകത്ത് രാഷ്ട്രീയം കലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം കർണാടകയാണെന്നോ കേരളമാണെന്നോ മലയാളിയാണെന്നോ പഞ്ചാബിയാണെന്നല്ല, ലക്ഷ്യമാണ് നമ്മുടെ മുമ്പേ ഉള്ളത്. അത് പൂർത്തീകരിക്കുക, അത് കണ്ടുപിടിക്കുക ഈ സ്ഥാനത്തിന് എന്നുള്ളത് പട്ടാളം ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞങ്ങള് ആസ് എ മലയാളി ഞാൻ കാശ്മീരിലും പഞ്ചാബിലും ആസാമിലും സിക്കിമിലും അവിടെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എല്ലാം ഭാരതമാണ്, എല്ലാം നമ്മുടെ ദേശമാണ്. അവരിത് മൈൻഡ് ഇവിടെ അവിടെ വർക്ക് ചെയ്യുന്ന പാർട്ടി ചിലപ്പം ഇവിടെ ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. അവർ ചിലപ്പം പഞ്ചാബി ആയിരിക്കാം, അല്ലെങ്കിൽ ആസാമി ആയിരിക്കാം, അല്ലെങ്കിൽ നാഗാലാൻഡുകാരനായിരിക്കാം, മിസോറാംകാരനായിരിക്കാം. അവര് ഒറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയെങ്കിലും ഇത് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ 100% ആത്മാർത്ഥതയോടെ വർക്ക് ചെയ്യും. പിന്നെ അതിൻ്റെതായ പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കോമണാണ് എല്ലാ ഏജൻസികൾക്കും. ഇതുവരെ ചെയ്ത എല്ലാ ഏജൻസികളും ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്തിരുന്നത്, അല്ലാതെ പറയാൻ പറ്റത്തില്ല. അവരെ പരമാവധി ശ്രമിക്കുകയായിരുന്നു. ഇത് വളരെ ദുർഘടമായ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർ പറയാതിരിക്കുക, കണ്ടിട്ടില്ല. അതുപോലെ കേണൽ, അവിടെ ഒരു റിസ്ക് ഫാക്ടർ കൂടി നിലനിൽക്കില്ലേ? കാരണം ഈ മല ഇങ്ങനെ നിൽക്കുകയാണ് മറുവശത്തും, അതുപോലെ ഈ മണ്ണ് നീക്കുമ്പോൾ അത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമില്ലേ? ഉണ്ട്. അതിന് പിന്നെ ആർമിയല്ലേ, ആംഡ് ഫോഴ്സസ് റിസ്ക് ഞങ്ങൾ ജീവൻ കയ്യിലെടുത്തില്ലാണ്ട് മുന്നോട്ട് ഇപ്പൊ ഭൂമിയിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ റിസ്ക് അല്ലേ ഞങ്ങൾക്ക്? എപ്പോഴും അവിടുന്ന് ഏത് സൈഡിൽ നിന്ന് ബുള്ളറ്റ് വരുമെന്ന് ആരെങ്കിലും കാണോ ഇപ്പൊ ഭൂമിയിൽ? ആർക്കെങ്കിലും അറിയാമോ? എനിക്ക് തന്നെ എന്റെ സ്വന്തം അനുഭവങ്ങളുണ്ട്. മരിക്കാനുള്ള പുള്ളിട്ടുണ്ടെങ്കിലേ വരത്തുള്ളൂ, ഇല്ലാതെ ഒന്നും പറ്റില്ല. ആദ്യമൊക്കെ പേടി ഉണ്ടാവും. അതിൽ ഞങ്ങൾ ഓപ്പണായിട്ട് വർക്ക് ചെയ്യാനാണ് യുദ്ധത്തിന് ഇപ്പൊ ഭൂമിയിൽ. അതേപോലെയാണ് അവർ ബാറ്റിൽ കണ്ടീഷൻ, വാർ കണ്ടീഷനിലാണ് അവർ ഉപയോഗിക്കുന്നത്. അവർക്ക് വലിയ പേടി ഉണ്ടാവുകയോ ഒരു ബാധയായിട്ട് വരികയൊന്നുമില്ല. ഒരു മാക്സിമം സുരക്ഷ നോക്കുകയായിരിക്കും ചെയ്യുന്നത്. എല്ലാ ക്രമീകരണങ്ങളും അതിനു വേണ്ടി ചെയ്തിട്ട് അവർ ചെയ്യും. പിന്നെ ആക്സിഡൻസ് ഉണ്ടാകുന്ന മാതിരി ഒരു മല ഇടിഞ്ഞ് വീഴുകയാണെങ്കിൽ അത് അങ്ങനെയാണല്ലോ ആവുന്നത്. വളരെയധികം നന്ദി. കേണൽ RG നായരാണ് നമ്മളോട് സംസാരിച്ചത്. ആർമി മുൻ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കൂടിയായിരുന്നു അദ്ദേഹം പങ്കുവച്ചത്. ഇപ്പോൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ്, ലക്ഷ്യമാണ് പ്രധാനം. അവിടെ മലയാളിയെന്നോ മറ്റ് സംസ്ഥാനത്തിലുള്ളവരെന്നോ ഒന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം ഉറപ്പിച്ചിരിക്കുന്നു. നദിയിലേക്ക് കൂടുതൽ തെരച്ചിലിന് ഊന്നൽ നൽകുകയാണ്. നദിയിൽ നിന്നും ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷാവഹമായ ഒരു സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. KV ബൈജു അല്പസമയം